നിങ്ങൾക്ക് കേരളത്തിലെ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികളെ. കാരണം നിങ്ങളെ CPM പേടിയ, പിണറായി വിജയന് പേടിയ, ഇപ്പുറത്ത് കോൺഗ്രസ്സിന് പേടിയ. പക്ഷെ നിങ്ങളെ പേടിക്കാത്തൊരു വിഭാഗമുണ്ട്. അത് മനസ്സിലാക്കുക. PC ജോർജിന് അങ്ങനെ ഒറ്റപ്പെടുത്തി കളയാമെന്ന് ധരിക്കുകയൊന്നും ചെയ്യരുത്. തെറ്റായ ധാരണയാണ്. കേരളം ഒന്നടങ്കം അയാളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അയാളുടെ കൂടെ നിൽക്കും. അവിടെയാണ് PC ജോർജ്. ഇപ്പോഴാണ് ബേസിക്കലി PC ജോർജ് റിജുവിനേറ്റ് ചെയ്ത് ഒരു ശരിക്കും പൊങ്ങിങ്ങി വരികയാണ്. അയാളെ അക്സെപ്റ്റ് ചെയ്യും. കേരളം പൂർണ്ണമായിട്ട് അയാളെ അക്സെപ്റ്റ് ചെയ്യും. തെറ്റായ ധാരണ കുറച്ച് സുഡാപ്പികളും മുസ്ലിം ലീഗും മത തീവ്രവാദികളും ഒഴികെ ജോർജിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലാക്കിക്കോ. ഇപ്പോൾ ജോർജിൻ്റെ ഇനി എനിക്ക് ജോർജിനോട് പറയാനുള്ള സംഭവം, ജോർജ് ഒരു കാരണവശാലും TV-യിൽ ബൈറ്റ് കൊടുക്കാൻ പോകരുത്. TV സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കരുത്. നിങ്ങൾ വളരെ സീനിയർ ലീഡറാണ്. താങ്കൾക്കറിയാം, ഞാൻ നിങ്ങളെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ വളരെ സീനിയറാണ്. നിങ്ങൾക്ക് പറയുവാനുള്ള കാര്യം സോഷ്യൽ മീഡിയ പേജിൽ കൂടെ പറയൂ. ഈ പറയുന്ന TV ചാനലിനേക്കാളും 100 ഇരട്ടിയാണ് ഇതിൻ്റെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അതിൽ കൂടെ പറ. ഇതിനെന്തൊരു ഈ TV ചാനലിൽ പോയിട്ടും ഇവർ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നത്? കാരണം നിങ്ങൾക്കറിയാം രാഷ്ട്രീയം എന്താണെന്ന്. നിങ്ങൾക്കറിയാം കേരളത്തെ ഏത് രീതിയിലാണ് ഈ മത തീവ്രവാദികൾ ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. താങ്കൾ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകുന്ന കാര്യം വലിയ സത്യമാണ്. ഇതെന്തുവാ ലീഗാണ് ഇപ്പം പറയുന്നത്? യഥാർത്ഥ ലീഗ് ഇതെല്ലാത്തിനും കൊടപിടിക്കുകയാണ്. കാരണം ലീഗിൻ്റെ ഇപ്പോഴത്തെ അവരുടെ മനസ്സിലിരിക്കുന്നത് എങ്ങനെങ്കിലും കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കുക. ഇപ്പം കേരളത്തിലെ ക്രൈസ്തവർ ഹിന്ദുക്കളും ഈ പറയുന്ന കോൺഗ്രസിനും CPM വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കിക്കണം. അവരുടെ ഗെയിം പ്ലാനാണ് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കുക. അതിനുവേണ്ടിയാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, ഞാൻ വീഡിയോ കണ്ടു, ടിൻഡോ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം പ്ലാൻ അത് തന്നെ. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംഘടിതമായിട്ടുള്ള ഐക്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവസരമാണ് ഇത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. കാരണം അത്രക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സുഡാപ്പി ഭീകരവാദികളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുക, നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും ക്രൈസ്തവ സമൂഹവും ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം മോശമല്ലാത്ത രീതിയിൽ ഒന്ന് സംഘടിതമായിട്ട് വോട്ട് ചെയ്ത സമയത്ത് ഇവിടെ ഒരു താമര വിരിഞ്ഞു. തൃശ്ശൂർ സുരേഷ് ഗോപി. തർക്കമില്ല, ഇരിഞ്ഞാലക്കുടയിലും തൃശ്ശൂര് കോർപ്പറേഷൻ അടക്കമുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് അത് വലിയ തരത്തിലാണ് മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായിട്ട് BJP-യിലേക്ക് എത്തി. കാരണം എന്താണ്? കാരണം നമ്മുടെ നാടിന് വികസനമാണ് ആവശ്യം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ വികസനം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടെ ദേശീയവാദികളുടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു കൂട്ടായ്മ, അതിലൊരു തർക്കമില്ല. ദേശീയവാദികൾ എന്ന് പറയുമ്പോൾ ഇതിൽ ദേശീയതക്കൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ഏത് മതസ്ഥനായാലും അത് പ്രശ്നമില്ലാത്തൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ സുഡാപ്പി ഭീകരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സുഡാപ്പി ചിന്താഗതിയോടുകൂടി ഒരു പ്രത്യേക വിഭാഗത്തെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ടും ഇവിടുത്തെ മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിനെതിരാണതിൽ തർക്കമില്ല. അപ്പോൾ ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകളുടെ ഒരു മുഖ്യമന്ത്രി മോഹം എന്നുള്ള ഒരു സംഭവം അത് നമ്മൾക്ക് അറിയാം. അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. നമ്മൾ മഹാരാഷ്ട്രയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാരും ഇന്നേ വരെയും കാണാത്ത പല സംഭവ വികാസങ്ങളും കാണുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ വട്ടം അവിടെ NDA അധികാരത്തിൽ BJP-യുടെ ഒരു സർക്കാർ രൂപീകരിച്ചത് തന്നെ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഏകദേശം ഒരു 46ഓളം MLA-മാര് BJP പക്ഷത്തേക്ക് ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു BJP-ക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. ഇപ്പോഴും BJP-ക്ക് ഏകപക്ഷീയമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒറ്റകക്ഷി എന്നുള്ള തലത്തിലേക്ക് മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ. കേവല ഭൂരിപക്ഷം മറികടക്കാൻ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും BJP-ക്ക് സാധിച്ചില്ല. അവിടെ ഒരു കൂട്ടുകക്ഷിയുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണെങ്കിലും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ചെറിയ ഒരു സംഖ്യയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് അല്ലെങ്കിൽ MLA പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ഇതാണ്
ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വട്ടം മുഖ്യമന്ത്രിയാവാനുള്ള പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ രീതിയിലേക്കൊക്കെ കേരളത്തിലെ ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇത് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിയാൽ അത് വളരെയധികം സന്തോഷമുള്ളതാണ്. ഇവർ 5 മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് 4ാം മന്ത്രിയിൽ നിന്ന് 5ാം മന്ത്രി എന്നുള്ള പദത്തിലേക്ക് വലിയ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനവും വേണ്ട, മുഖ്യമന്ത്രി പദം മാത്രം മതി എന്ന് പറഞ്ഞാൽ ഈ UDF ഇത് അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥ തന്നെയാണ്. കാരണം കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ആ പാർട്ടിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള പിന്തുണ ഉണ്ടാവും. ഈ രീതിയിലുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനോടി കോൺഗ്രസിന്റെ നേതൃത്വം പോയി കഴിഞ്ഞു. കാരണം ഇവിടെ VD സതീശനും G സുധാകരനും അടക്കമുള്ള പല ആളുകളുടെയും പത്രസമ്മേളനങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ ഞാൻ പറയാം, ഞാനല്ലേ പാർട്ടിയുടെ അധ്യക്ഷൻ, ഞാനല്ലേ പ്രതിപക്ഷ നേതാവ്, ഞാൻ ആദ്യം പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇവരുടെ ഉള്ളിൽ വലിയ രീതിയിൽ ഉണ്ട്, തർക്കമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുമ്പോൾ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി UDF അടുത്ത വട്ടം ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊരു കേവല ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവരിത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെയായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ ഹിന്ദു സമൂഹത്തിനിടയിൽ ഉണ്ടാകേണ്ട ഒരു വലിയ മാറ്റം, കാരണം മുസ്ലിം ലീഗിനെ പോലെ ഒരു മതം പറഞ്ഞുകൊണ്ട് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിൽ യഥാർത്ഥത്തിൽ ദേശീയവാദികളുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. PC ജോർജിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ, കേരളത്തിൽ വലിയൊരു സംവിധാനം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിലൊരു സംശയമില്ല. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഇതിന് വലിയൊരു കാഹളം തന്നെ മുഴങ്ങുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിലെ ബിഷപ്പുമാരായിക്കോട്ടെ, മറ്റു വൈദികന്മാരായിക്കോട്ടെ, ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴേ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞു, ഉത്തരേന്ത്യയിൽ പെന്തക്കോസ്തുകാരനാരാണോ കത്തോലിക്കക്കാരനാരാണോ എന്ന് തിരിച്ചറിയാത്ത ആളുകൾ പലതരത്തിൽ അവിടെ ഏകപക്ഷീയമായിട്ടുള്ള ചില ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല, ഉത്തരേന്ത്യയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് മതപരിവർത്തനം എന്നുള്ള രീതിയിലേക്കുള്ള സംഭവമായി ചോദ്യം ചെയ്തിട്ടാണ് ഈ വിധ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. മതപരിവർത്തനം അല്ലാതെ ഏതെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുടെ പേരിലൊന്നും ഇവിടെ വ്യാപകമായിട്ടുള്ള ആക്രമണമോ അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലുള്ള സംഘർഷങ്ങളൊന്നുമില്ല. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ മതപരിവർത്തനം നടത്താൻ വരുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന ഹൈന്ദവ സംഘടനകളുണ്ട്, അത് ഇനിയും തുടർന്ന് പോകും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വിഭാഗം ഇവിടെ ആരെങ്കിലും മതം മാറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിനിടയിൽ ഉണ്ട്, വർഗീയ ചിന്താഗതിയോട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ചിന്താഗതി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഈ കൂട്ടം സുഡാപ്പികളുടെ വലിയ തരത്തിലുള്ള ഭീഷണി നേരിടുന്നുണ്ട്, അത് തർക്കമില്ല. അതുകൊണ്ടാണ് PC ജോർജ് അടക്കമുള്ള ആളുകൾ നിരന്തരമായിട്ട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കൂ, കാരണം ഇതിൽ വലിയൊരു പോംവഴി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ, സംഘടിതമാകുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ മുനമ്പം വിഷയം വന്ന സമയത്ത് മുനമ്പത്തെ ആ വിഷയം നടക്കുന്ന 2 വാർഡുകളിൽ ഭൂരിപക്ഷം ക്രൈസ്തവ വിഭാഗമാണ്. 450ഓളം ക്രൈസ്തവ വിഭാഗമാണ് കുടുംബങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. അതിൽ 200ഓളം ഹിന്ദു കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഭൂരിപക്ഷം ക്രൈസ്തവ വിഭാഗത്തിന് ഒരു പ്രതിസന്ധി മുനമ്പത്തുണ്ടായ സമയത്ത് അവിടെ മുൻപന്തിയിൽ വന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്തത് BJP ആണ്. ഇപ്പോഴും മോദിയിൽ തന്നെയാണ് അവർക്ക് വിശ്വാസം. ഈ മാസം അവസാനത്തോടു കൂടിയെല്ലാം പൂർണ്ണമായിട്ടും പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇവിടെ നമ്മൾ ദേശീയവാദികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ ഈ ധർമ്മം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഈ ഒരു സംസ്കൃതി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ ദേശീയവാദികൾ സംഘടിതമായിട്ട് നിലകൊണ്ടേ പറ്റൂ. മതത്തിന്റെ അടിസ്ഥാനമൊന്നും ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം, ഇവിടുത്തെ ക്രൈസ്തവനും ഹൈന്ദവനും പൂർണ്ണമായിട്ടും ഈ ഒരു വിധ ജിഹാദി സുഡാപ്പി ഭീകരതയെ കൃത്യമായിട്ട് ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും ഈ ഒരു സംഘടിതമായിട്ടുള്ള ഐക്യം. അങ്ങനെ ഒരു സംഘടിതമായ ഐക്യമുണ്ടായ തൃശ്ശൂരിലുണ്ടായ മാറ്റം പോലെ കേരളം മുഴുവൻ മാറ്റം ഉണ്ടാകേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് നമ്മുടെ മാത്യു സാമുവൽ സാറിന്റെ ഒരു വീഡിയോയിൽ നമ്മളെല്ലാവരും കണ്ട് മനസ്സിലാക്കുന്നത്. നിർബന്ധമായിട്ടും ഈ രീതിയിലായിരിക്കണം നമ്മളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുള്ള ഒരു വോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് ദേശീയതക്കൊപ്പം ദേശീയതയുടെ കൂടെ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമ്മൾക്ക് ഏറ്റവും വലുത് എന്നുള്ള ചിന്താഗതിയോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ ഇവിടെ ജിഹാദി ഗ്രൂപ്പുകൾ ചെയ്യുന്ന കൊള്ളരായ്മത്തരങ്ങൾ അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കെതിരെ മൗനം നടിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒപ്പമല്ല നിൽക്കേണ്ടത്, അവർക്കല്ല വോട്ട് ചെയ്യേണ്ടത്.